എന്നിട്ട് തനുവിന്റെ കുഞ്ഞിനെ കൊന്നേനെ. അതിന്റെ ഉത്തരവാദിത്തം പ്രിയയുടെ തലയിലാക്കിയനെ. ആൻഡ് ദെൻ വി വുഡ് ഹാവിംഗ് ദ പാർട്ടി വളരെ മുമ്പ് തന്നെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണോ അതോ ശരിക്കും ചെയ്യുമായിരുന്നോ? ഇല്ല ആലിയ, ഞാൻ ചെയ്തു കാണിച്ചേനെ. പ്രിയയെ കിഡ്നാപ്പ് ചെയ്യാൻ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വന്നു. അതിനേക്കാൾ നല്ലത് കിഡ്നാപ്പ് വീട്ടിലെ തോഴിയെ തന്നെ. കുഞ്ഞിന്റെ കാര്യവും കഴിയും തനുവിന്റെയും. ജസ്റ്റ് കിഡിങ് ബേബി, ജസ്റ്റ് ജോക്കിംഗ്. നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കുഞ്ഞിനെ അബോർട്ട് ചെയ്യും. പിന്നെ 8ാം മാസമാണ്. അതിനെ അബോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്സിഡന്റ് ചെയ്യുമായിരുന്നു, അവസാനിപ്പിക്കുമായിരുന്നു അതിനെ. എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല സമയമായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടിയത്. പക്ഷെ ഒരു കാര്യം പറയും മിസ്റ്റർ നിഖിൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കോ അതോ ഞങ്ങൾക്ക് വേണ്ടിയും 2 ഗ്ലാസ് എടുത്തു തരുമോ? മാനേഴ്സ്, ബാഡ് മാനേഴ്സ്. എന്റെ ജീവനെ ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ്. കം ഓൺ, കം ഓൺ. ആന്റി, ആന്റി, പ്രിയേച്ചി എവിടെ ആന്റി? അവൾ അകത്തെ മുറിയിലുണ്ട്. എനിക്ക് പ്രിയേച്ചിയോട് സംസാരിക്കണം, എത്രയും വേഗം തന്നെ. ആരോട് സംസാരിക്കേണ്ട? എനിക്ക് ചേച്ചിയോട് സംസാരിച്ചേ പറ്റൂ, അതും ഇപ്പൊ തന്നെ. ശരിക്കും അർജന്റ് ആണ്, എനിക്ക് കണ്ടേ പറ്റൂ പ്രിയേച്ചി. പ്രണവ്, പ്രിയേച്ചി, പ്രിയേച്ചി പ്ലീസ് ഈ വാതിൽ തുറക്ക. പ്ലീസ് ഓപ്പൺ ദ ഡോർ. എനിക്ക് ആരോട് സംസാരിക്കേണ്ട പ്രണവ്, പൊയ്ക്കോളൂ ഇവിടുന്ന്. പ്രിയേച്ചി നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. പ്രിയേച്ചിയുടെ ദേഷ്യമൊക്കെ ശരിയാ, പക്ഷെ ഒരു അർജന്റ് കാര്യം, അതോടെ ഞാൻ ഈ വിളിക്കുന്നത്. പ്രണവ്, നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? എനിക്ക് ആരോട് സംസാരിക്കണ്ട. എന്റെ പ്രിയേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പ്രിയേച്ചി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ ഈ കടന്ന് വിളിക്കുന്നത്. ഒന്ന് വാതിൽ തുറക്ക് പ്രിയേച്ചി, പ്ലീസ് വാതിൽ തുറക്ക. പ്രണവ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരോടും. പ്രിയേച്ചി, ഞാൻ ചേച്ചിയോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടി അല്ലെങ്കിലും അബിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. ചേച്ചിയോട് എനിക്ക് അവനെ കുറിച്ചാ പറയാനുള്ളത്. പ്ലീസ് പ്രിയേച്ചി, വാതിൽ തുറക്ക്. പ്രിയേച്ചി, പ്രിയേച്ചി, ചേച്ചി, ചേച്ചി എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്നോടും പിന്നെ അച്ഛമ്മയോട് ഒരു വാക്കുപോലും മിണ്ടാതെ എന്തിനാ പ്രിയേച്ചി ഇറങ്ങിപ്പോയത്? ഞങ്ങൾ പ്രിയേച്ചിക്ക് അന്യരല്ലേ? അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. ശരിക്കും എല്ലാ ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ പ്രിയേച്ചി ഉപേക്ഷിച്ചിരിക്കുക. പ്രിയേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ ഞാനും അച്ഛമ്മയും പ്രിയേച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നത്? എന്താ ചേച്ചി സ്വയം തന്നെ എല്ലാം അവസാനിച്ചു അങ്ങ് കരുതിയോ പ്രിയേച്ചി? പ്രണവ്, നിനക്കറിയില്ല അവിടെ എന്താ സംഭവിച്ചെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞത്. പ്രിയേച്ചി, അവൻ എന്ത് പറഞ്ഞു എന്നാ? അവൻ ദേഷ്യം വരുമ്പോ പലതും പറയാം, അതൊക്കെ അങ്ങ് വിശ്വസിക്കോ പ്രിയേച്ചി? ചേച്ചിക്ക് അവനെ നല്ല പോലെ അറിയാവുന്നതല്ലേ? ഇപ്പൊ അവൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലായിരിക്കുക. ചേച്ചി കൂടെ ഇല്ലെങ്കിൽ ശരിക്കും അവൻ തകർന്നു പോകും. അതുകൊണ്ടാ സത്യത്തിൽ ഈ കുഞ്ഞ് നിഖിലിന്റെ ആണെങ്കിലും അവന്റെ കണ്ണിൽ ആ കുഞ്ഞ് അവന്റേതാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അവൻ വിചാരിക്കുന്നതും അവന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്നാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയല്ലേ റിയാക്ട് ചെയ്യാൻ കഴിയൂ? ഈ ഒരു അവസ്ഥയിൽ പ്രിയേച്ചിയുടെ സാന്നിധ്യം അവന് അത്യാവശ്യമാണ്. ആ സമയത്ത് പ്രിയേച്ചി ഉപേക്ഷിച്ച് പോയിരിക്കുക അവനെ. അദ്ദേഹത്തിന് എന്റെ അല്ല, തനുവിന്റെ സാന്നിധ്യം ആവശ്യമുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സങ്കടം ഇരട്ടിക്കേയുള്ളൂ. തനു എന്നോട് പറഞ്ഞു അവൾ എന്നും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നന്നായി നോക്കിക്കൊള്ളാൻ. പ്രിയേച്ചിക്ക് അറിയോ, അവൾക്ക് കുഞ്ഞ് നഷ്ടമായതിന്റെ യാതൊരു സങ്കടവും ഇല്ല പ്രിയേച്ചി. ഇൻഫാക്ട് അവൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക പ്രിയേച്ചി തോൽപ്പിച്ചെന്നും പറഞ്ഞ്. പിന്നെ നിഖിലിന്റെ വീട്ടിൽ പോയിട്ട് ചേച്ചി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ പാർട്ടി ആഘോഷിക്കുന്നത്. വലിയ സെലിബ്രേഷനാണ് നടക്കുന്നത്. അവളാണോ അബിയെ നോക്കുന്നത്? അവൾക്ക് കുഞ്ഞ് നഷ്ടമായതിന്റെ യാതൊരു സങ്കടവും ഇല്ല. ആ അവളാണോ അബിയുടെ കൂടെ ഇരിക്കാൻ പോകുന്നത്? പിന്നെ പിന്നെ അബി, ചേച്ചിക്കറിയോ, അവനെല്ലാം സഹിക്കും. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കും. പക്ഷെ സ്വന്തമാണെന്ന് കരുതുന്ന ആൾക്കാർ നൽകുന്ന വിഷമം അവന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല പ്രിയേച്ചി. അത് മുൻപും അങ്ങനെയായിരുന്നു, ഇനി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇഷ്ടമുള്ളവർ നൽകുന്ന വേദന അവൻ സഹിക്കും. പക്ഷേ ഇഷ്ടമുള്ളവർ അവനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അത് അവന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അവന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൻ തകർന്നു പോകും. അതുകൊണ്ടാ പിന്നെ തനിച്ചായി പോവും. ഇപ്പൊ അവൻ തനിച്ച് നിൽക്കുന്നേ. അച്ഛമ്മയും വീട് വിട്ട് പോകുമെന്ന് പറഞ്ഞപ്പം അവന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആദ്യം അവന്റെ കുഞ്ഞു പോയി, പിന്നെ അവന്റെ ഭാര്യ വീട് വിട്ട് ഇറങ്ങി. ഇപ്പൊ അച്ഛമ്മയും വീട് വിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നത്? പ്രീച്ചി, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അബിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അമ്മ മരിച്ചു പോയത്. ആ സമയം അവൻ വല്ലാണ്ട് തകർന്നു പോയി പ്രിയേച്ചി. അവൻ മാനസികമായിട്ട് വളരെ സങ്കടത്തിലായി. എന്തിനും മരിക്കാൻ പോലും അവൻ ശ്രമിച്ചതാണ്. അതിനുവേണ്ടി റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു അവൻ. പക്ഷെ കൃത്യസമയത്ത് അച്ഛമ്മ വന്നതുകൊണ്ട് മാത്രമാണ് അവനെന്ന് ജീവനോടെ ഇരിക്കുന്നത്.
പിന്നെ പ്രിയച്ച് ആ സമയം ഇന്നത്തെ ഈ സമയം ഏകദേശം ഒരുപോലെയാണ്. അന്ന് അവൻ അമ്മയും മാത്രം നഷ്ടമായത്, പക്ഷെ ഇന്ന് അവന്റെ കുഞ്ഞും ഭാര്യയും അച്ഛമ്മയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. എനിക്ക് പേടിയാവുന്ന കാര്യം ഇതാ പ്രിയച്ചി, വർഷങ്ങൾക്ക് മുൻപ് അവൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച കാര്യം ഇന്ന് ചെയ്യുമോന്ന്. ഇനി എന്റെ അബിക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പ്രിയച്ച് മാത്രമായിരിക്കും, പ്രിയച്ച് മാത്രം. താനും അവൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അത് കേട്ട് പ്രിയച്ച് നിൽക്കേണ്ട കാര്യമില്ല. പിന്നൊരു കാര്യം, പ്രിയച്ച് എന്താ അബിയെ സ്നേഹിക്കുന്നില്ലേ? അവൻ ആത്മാർത്ഥത്തോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ വീട് വിട്ട് ഇറങ്ങി പോന്ന് കളഞ്ഞത്? പ്രണവ്, അദ്ദേഹം എവിടെയാ? അച്ഛമ്മ വീട് വിട്ട് പോകുന്നു പറഞ്ഞപ്പോ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും പറഞ്ഞു. ആർക്കും അറിയില്ല അവൻ എവിടെയാ എങ്ങനെയാണെന്നൊക്കെ. വലതും കഴിച്ചോ ഇല്ലയോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും പ്രണവ്? തനു എന്നോട് ഉറപ്പ് പറഞ്ഞതാ അവൾ അദ്ദേഹത്തെ നോക്കിക്കൊള്ളാന്ന്. അപ്പൊ ഈ സമയത്ത് കൂടെ ഉണ്ടാവേണ്ടതല്ലേ? പ്രീച്ചി, താനും അവനെ നോക്കില്ല. എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ചേച്ചി ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ താനും അബിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന്? അവളുടെ കുഞ്ഞ് മരിച്ചുപോയി, എന്നിട്ടും അവൾ ആ നിഖിലിനോടൊപ്പം പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇൻഫാക്ട് അവൾക്ക് അറിയ പോലുമില്ല അബി വീട് വിട്ടുപോയ കാര്യം. അബി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്ത് ചെയ്യാണെന്നോ ഒന്നും അവൾക്ക് അറിയില്ല. അവൾ നിഖിലിന്റെ കൂടെ അല്ലേ. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രിയച്ചിക്ക് മാത്രമേ കഴിയൂ, അല്ലാതെ താനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മൂന്ന് കള്ളന്മാർ ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നു. അവള് നമ്മളെ ഒരുപാട് ശ്വാസം മുട്ടിച്ചല്ലേ. പക്ഷെ എത്ര എളുപ്പത്തിലാ നമ്മൾ അവളെ ഒരു ഈച്ചയെ പോലെ എടുത്ത് പുറത്തേക്ക് അങ്ങ് കളഞ്ഞ്. എല്ലാം അത്രയധികം എളുപ്പമൊന്നും ആയിരുന്നില്ല. നിനക്കറിയോ ഈ മിഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? പിടിക്കപ്പെട്ടപ്പോൾ വയറുവേദന ഉള്ളതായിട്ട് അഭിനയിക്കേണ്ടി വന്നു. ഞാൻ എല്ലാം വളരെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. ഞാൻ നടത്തിയ യുദ്ധത്തിൽ ഞാൻ തന്നെ ജയിച്ചു. തനു ഡാർലിംഗ്, നിന്റെ വാർ അത്രയധികം എളുപ്പത്തിൽ നിനക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മുടെ ജയത്തിന് പിന്നിൽ നമ്മുടെ കൂടെ ശക്തമായൊരു പോരാളി ഉണ്ടായിരുന്നു. നമ്മുടെ പോരാളി നമ്മുടെ കുഞ്ഞായിരുന്നു തനു ഡാർലിംഗ്, നമ്മുടെ കുഞ്ഞ്. ആ കുഞ്ഞൊരിക്കലും അബിയുടേത് പോലും ആയിരുന്നില്ല. ജീവൻ ഉള്ളപ്പോഴും ആയിരുന്നില്ല, മരിച്ചപ്പോഴും അവൻ്റെതായില്ല. പിന്നെ ശരിക്കും പറഞ്ഞ ആ കുഞ്ഞ് ഉണ്ടായിരുന്നപ്പോ പോലും നിങ്ങൾക്ക് സന്തോഷമില്ല, മരിച്ചു കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ഇൻഫാക്ട് നിങ്ങൾ അത് പോയതിനു ശേഷം എൻജോയ് ചെയ്ത് പാർട്ടി നടത്തുക. ഞാൻ എൻ്റെ കുഞ്ഞ് മരിച്ചതിൻ്റെ പാർട്ടി അല്ല നടത്തുന്നത് ആലിയ. ഞാൻ പാർട്ടി നടത്തുന്നത് അബിയുടെയും പ്രിയയുടെയും ബന്ധം അവസാനിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. നമ്മൾ പ്രിയയുടെയും അബിയുടെയും ബന്ധത്തിന്റെ ദ എൻഡിങ് പാർട്ടി നടത്തുക. ആ ബന്ധം കല്യാണം കഴിഞ്ഞിട്ടും നന്നായി ജീവിക്കാൻ കഴിഞ്ഞില്ല. Cheers. കുറച്ചുകൂടെ ആലിയ, come on. No, I don't want. എല്ലാം ഓർമ്മ വന്നോ അതോ ഞാൻ ഓർമ്മപ്പെടുത്തണോ? നീ എന്താ എന്നോട് പറഞ്ഞേ? നീ അദ്ദേഹത്തെ നന്നായി നോക്കാന്നല്ലേ? ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് നൽകുമെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? അദ്ദേഹത്തിന്റെ ദുഃഖം ഷെയർ ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ എന്നോട്? ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ മാറ്റുന്നതിന് പകരം അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവിടെ അദ്ദേഹത്തിന്റെ ദുഃഖം ഷെയർ ചെയ്യുന്നതിന് പകരം ഇവരുമായി ഇവിടെ സന്തോഷം പങ്കിടുകയാണോ? ഞാൻ എത്ര വലിയൊരു മണ്ടിയാ! ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാനുള്ള അഭിനയമായിരുന്നു എല്ലാന്ന്. നിന്റെ കുഞ്ഞ് അത് മരിച്ചതിന്റെ പേരിൽ വരെ നീ കള്ള കണ്ണുനീരൊഴുക്കി. പക്ഷെ ശരിക്കും കരഞ്ഞത് ആ കുഞ്ഞിന്റെ ആരും അല്ലാതിരുന്ന അദ്ദേഹമാണ്. പിന്നെ നീ ഇത്രയും ദൂരത്ത് നിന്ന് ഇതൊക്കെ ചെയ്യാനാണോ ഇവിടേക്ക് വന്നത്? നിന്റെ ഈ സ്വഭാവം കൊണ്ട് നിന്റെ വീട്ടുകാർ തന്നെ നിന്നെ ഏറ്റവും ദൂരത്തേക്ക് പറഞ്ഞയച്ചത്. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ തളരില്ല ഞാൻ. എങ്കിലും എനിക്ക് മനസ്സിലാകാത്തത് ഇത്ര നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു സഹോദരി എങ്ങനെ ഉണ്ടായിന്ന. പിന്നെ നിങ്ങളോട് എന്ത് പറഞ്ഞാലും പോത്തിനോട് വേദം ഓതുന്നതിന് തുല്യ. നിങ്ങളുടെ സ്വന്തം കുഞ്ഞല്ലായിരുന്നു അത്? സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ കൊന്നുകളഞ്ഞില്ലേ? മൃഗങ്ങൾ പോലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല. എന്നാൽ ഇപ്പോൾ എല്ലാം അവസാനിച്ചു. The party is over right now. എന്റെ ഭർത്താവിനെ നേടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു? എന്റെ സഹോദരിയെ നഷ്ടപ്പെടുത്തി എന്റെ അമ്മ വരെ മരിച്ചു ജീവിച്ചു. നീ കാരണം നിന്റെ അഭിനയം കണ്ട് എന്റെ ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി ആ വീട് വിട്ടിറങ്ങി ഞാൻ. പക്ഷെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്റെ ആവശ്യമുണ്ട്. എനിക്ക് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞേ പറ്റൂ. കാരണം എനിക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിനക്ക് ബോധമുണ്ടോ പ്രിയ? നീ അബിയോട് പോയി എന്ത് പറയും? അവന്റെ മുന്നിൽ പോയി കരയോ അതോ നിലവിളിച്ചു പറയോ നിനക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്? അതോ അബിയോട് പോയി പറയോ ഈ കുഞ്ഞ് അബിയുടേത് പോലും അല്ലാന്ന്?
നീ എങ്ങനെ പ്രൂവ് ചെയ്യും? ഐ മീൻ, ഈ കാര്യങ്ങളൊക്കെ നീ മുൻപും ചെയ്തു കഴിഞ്ഞു. അപ്പോഴും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ തെളിവായിരിക്കും. നിങ്ങളുടെയൊക്കെ സത്യാവസ്ഥ അദ്ദേഹത്തിന് മുന്നിൽ ഈ തെളിവ് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ ഡ്രിങ്ക് ഒക്കെ വേഗം കുടിച്ചു തീർക്ക്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ശേഷം നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് വെള്ളം പോലും ഇറങ്ങില്ല. അതിനുശേഷം ഞാനൊരു പാർട്ടി നടത്തും, എന്റെ വിജയത്തിന്റെയും നിങ്ങളുടെ തോൽവിയുടെയും. നിങ്ങളുടെ എല്ലാവരുടെയും കളി അവസാനിച്ചു. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഭർത്താവിനോട് നിങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ പോവാ. അയ്യോ പ്രിയ മേഡം, ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. അല്ല പ്രിയ മേഡം, ഈ സത്യം നിങ്ങൾ എങ്ങനെ പുറത്തു കൊണ്ടുപോകും? നിങ്ങൾക്ക് പോകാൻ എന്റെ സമ്മതം ആവശ്യമാണല്ലോ, അതും തെളിവില്ലാതെ. ഡോണ്ട് ആക്ട് സ്മാർട്ട്. പിടിക്കോ തനു, പിടിക്കാൻ. അവള് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടു. കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? തെളിവുകൾ അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ കുടുങ്ങുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ. അവൻ ശരിക്കും ഒറ്റയ്ക്കാണ്. ഞാൻ ആ സമയത്ത് അവനെ ഒറ്റയ്ക്കാക്കി. എന്റെ സാന്നിധ്യം ഏറ്റവും ആവശ്യമുള്ള ആ സമയത്ത് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ എന്റെ മകനോടും മരുമകളോടും എന്ത് സമാധാനം പറയും? എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ ഭഗവാനെ, രക്ഷിക്കണേ. നോക്കൂ, നിങ്ങൾ എവിടെയാ? അതെ, നോക്കൂ, നിങ്ങൾ എനിക്ക് അച്ഛമ്മ, 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 ഞാൻ തിരികെ വന്നു. ഈ ദിവസത്തിന് വേണ്ടിയാണോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഈ ദിവസത്തിന് വേണ്ടിയാണോ ഞാൻ നിന്റെ രൂപം മാറ്റിയത്? തോൽവി സമ്മതിക്കണമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ യുദ്ധം തുടങ്ങിയത്? അഭിയെ വിട്ടു പോകണമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? മറുപടി പറ. എന്തിനാ നീ പോയത്? ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തോ, എന്നോട് ചോദിക്കാതെ? ഈ അച്ഛമ്മയുടെ അവസ്ഥ എന്താകുമെന്ന് പോലും നീ ചിന്തിച്ചില്ലല്ലോ. അഭിയുടെയും അവസ്ഥ എന്താകുമെന്ന്. പിന്നെ പോകണമെന്ന് തോന്നിയപ്പോ അങ്ങ് പോയി. ഇതുപോലും മനസ്സിലായില്ലേ അഭി ദേഷ്യത്തിലാണ്, വിഷമത്തിലാണെന്നൊക്കെ? ദേഷ്യത്തിൽ അവ പറഞ്ഞത് കേട്ടിട്ട് നീ ബന്ധം പോലും വേണ്ടെന്ന് വെച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ. ഇത്രയും സ്നേഹം മാത്രമേ എന്നോടുള്ളൂ, ഇത്രയും മര്യാദ മാത്രമേ തരൂ. ഒരുപാട് ഇഷ്ടമല്ലേ അബിയോട് നിനക്ക്, എന്നിട്ടും പോയല്ലോ. അച്ഛമ്മ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ എങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിപ്പോയി ഞാൻ ഇവിടെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് കൂടുതൽ സങ്കടം ഉണ്ടാക്കുമെന്ന്. എന്നാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായ അച്ഛമ്മ, ഞാൻ കൂടെ ഉള്ളത് അദ്ദേഹത്തിന് സന്തോഷമെന്ന്. അദ്ദേഹത്തിന് ഞാൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഇപ്പൊ എനിക്ക് അറിയാം അച്ഛമ്മ. എനിക്ക് മാത്രമേ അദ്ദേഹത്തെ നന്നായി നോക്കാൻ കഴിയൂന്ന്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും അദ്ദേഹത്തെ അറിയിക്കണം. എവിടെ അദ്ദേഹം? അറിയില്ല. ഞാൻ തന്നെ ഒരുപാട് ടെൻഷനില്ല. എനിക്ക് തോന്നി അവൻ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്ന്. ദേഷ്യം വന്നിട്ട് ഞാൻ അവനെ എന്തൊക്കെയോ പറയുകയും ചെയ്തു. അവന് വിഷമം വന്ന് വീട് വിട്ടിറങ്ങിപ്പോയി. പിന്നെ പോകാൻ നേരം അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്, തിരിച്ചു വരില്ല എന്ന്. പ്രിയ, അവന്റെ ഫോണും കിട്ടുന്നില്ല. എങ്ങനെ അവനെ തിരയും, എവിടെ തിരയും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പേടിയാകും. ടെൻഷൻ ആവണ്ട.
ഞാൻ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അദ്ദേഹം ഞാൻ കാരണമല്ലേ ഇവിടുന്ന് പോയത്. ഞാൻ തന്നെ കൊണ്ടുവരും അദ്ദേഹത്തെ തിരിച്ച്. അച്ഛൻ ഒട്ടും വിഷമിക്കണ്ട. നീ സത്യമാണോ പറയുന്നേ? അവനെ കണ്ടുപിടിക്കോ? ആ അച്ഛമ്മ, അദ്ദേഹത്തോട് തനുവിന്റെ നിഖിലിന്റെയും എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും. അച്ഛൻ ഒട്ടും വിഷമിക്കല്ലേ, ടെൻഷൻ ആവരുത്, സന്തോഷമായിട്ടിരിക്കണം. ഞാൻ വേഗം വരാം. അവന് കൊണ്ടുവരണേ. നന്ദിയുണ്ട് ഭഗവാനെ. ഇനി എല്ലാം ശരിയാവും. എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ. സ്വയം വലിയ ആളാണെന്നല്ലേ വിചാരം? ആ ഒന്നിനും കൊള്ളാത്ത പ്രിയ പോലെ നിന്നെ തള്ളിയിട്ടിട്ട് പോയി. എന്നിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവളെ തടയാനും പറ്റില്ല. പെൺസിംഹമാണ് അവള്, ശക്തിയുള്ള പെൺസിംഹം. അവക്കറിയാം താന് പ്ലാൻ ചെയ്ത് അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്ന്. അതുകൊണ്ട് അവളെ പിടിക്കാൻ ആർക്കും കഴിയില്ല. ഡു യു റിയലൈസ് ദിസ്? പിന്നെ എന്ത് ചെയ്യണം? ഇങ്ങനെ കൈയും കൂട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കണം. ഇനി അവളെ നേരിടാൻ വേണ്ടിട്ട് അവളെ രണ്ടാമത് വരുന്നത് വരെ കാത്തിരിക്കണം. എന്ത് കൈകെട്ടിയിരിക്കുകയാണെന്ന് നീ പറയുന്നേ? ഞാൻ അവളെ പിടിക്കാൻ എന്തുമാത്രം ശ്രമിച്ചതാണ്. പക്ഷെ നീ അവളെ കണ്ടില്ലേ? ആ ഫ്ലവർ വൈസ് എടുത്ത് എന്റെ തലയിൽ അടിച്ചിട്ട് പോയത്. ഇപ്പോഴെന്റെ തല കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനും വീണില്ലായിരുന്നെങ്കിൽ ആ എലിയെ ചാടി പിടിച്ചേനെ ഇപ്പൊ. ഓ പിന്നെ നീ നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല അവക്ക്. എന്നിട്ട് അവളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഈ സംഭവിക്കുന്നതിനെല്ലാം കാരണം നീ മാത്രമാണ്. ഞാൻ കാരണോ? അതെ, നീ കാരണം മാത്രമാണ്. നീ കാരണമാണ് അവൾ ഇവിടെ വന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം എന്താന്ന് വെച്ചാ, നീ ഇവിടെ വന്ന കാര്യം പ്രിയക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞുതരാം നിനക്ക്. നീ അവിടെ കിടന്ന് കൊട്ടി ഒഴിച്ചു കാണും നീ പാർട്ടി നടത്താൻ പോവുകയാണെന്ന്. എന്റെ സന്തോഷം, എന്റെ വിജയത്തിന്റെ പാർട്ടി ഞാൻ നടത്താൻ പോവുകയാണെന്ന്. ഞാൻ കാരണം അവള് വീട് വിട്ട് ഇറങ്ങിപ്പോയി, വേറെ ഒന്നുമില്ല. നീ കാരണം മാത്രമല്ല അവൾ അവിടെ നിന്ന് പോയത്. ഞാൻ അവിടെ ഇവളുടെ ഗുണ്ടകളെ അവിടെ സാക്ഷികളാക്കി കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ അബി ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു പ്രിയ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്. അധികം സ്ട്രോങ് ആവാൻ ശ്രമിക്കാതെ വായടച്ചു നിന്നോ. നിന്നേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ്. കാണിക്ക് നീ എത്ര സ്ട്രോങ് ആണെന്ന്. കാണിക്ക് നീ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി പറയാ, ആരാ കൂടുതൽ സ്ട്രോങ്? പറയാ. കുട്ടിക്കളി നിർത്ത്, എന്നിട്ട് കത്തി താഴെ വെക്ക് പ്ലീസ്. കുട്ടിക്കളിയോ? നിന്റെ ശക്തി കാണിക്ക്. നോക്ക് തനു, മുറിയേ. നീ ഇങ്ങനെ റിയാക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതെന്താ ഈ കാണിക്കുന്ന? കൊച്ചു പിള്ളേരെ പോലെ അടികൂടുവാണോ രണ്ടുപേരും? നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെയാണെങ്കിൽ ആ പ്രിയ തെളിവും കൊണ്ട് ഓടി രക്ഷപ്പെട്ടും കഴിഞ്ഞു. ഇപ്പൊ തന്നെ അവൾ അഭിഷേക് പ്രേമേനന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവൾ അവിടെ എത്തിപ്പോയി എല്ലാം തുറന്നു പറഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവളെ തടഞ്ഞേ പറ്റൂ. പക്ഷെ എങ്ങനെ? നമ്മൾ ഇപ്പൊ ഇവിടെ ലോക്ക്ഡ് അല്ലേ? നിഖിൽ, നിന്റെ ഏതെങ്കിലും നെയ്ബറോ ഫ്രണ്ടോ ആരെങ്കിലും വന്ന് നമുക്ക് വേണ്ടി ഈ വാതിലൊന്നും തുറക്കൂ? ഉണ്ട്, പക്ഷെ ഇപ്പൊ അവരോട് മിണ്ടാറില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ജനൽ വഴി ചാടി പോയാലോ? ഇവക്ക് മദ്യത്തിന്റെ എഫക്റ്റ് മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. തനു മേഡം, നമ്മൾ 6th ഫ്ലോറിലാണ്. നിനക്ക് വേണേ പോയി ചാടിക്കോ. ഞങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്. ആരെങ്കിലും കാണും നിഖിൽ, ഒന്ന് ആലോചിക്ക്. വിപിൻ എന്റെ കൂട്ടുകാരൻ. അവൻ വാതിൽ തുറക്കാൻ ഉറപ്പായും വരും. അല്ലെങ്കിൽ ഞാൻ അവന്റെ എല്ലാ വാതിലുകളും അടയ്ക്കും. സന്തോഷ്, സാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല മാഡം, സാറൊന്നും ഓഫീസിൽ വന്നിട്ടില്ല. നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞാൻ എവിടെയാ അന്വേഷിക്കുക?